വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മാർക്കോസ് രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 6, 14 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. സ്നാപക യോഹന്നാന്റെ ശിരച്ഛേദനം. ഹെരോദേസ് രാജാവും ഇക്കാര്യങ്ങൾ കേട്ടു. യേശുവിന്റെ പേര് പ്രസിദ്ധമായി കഴിഞ്ഞിരുന്നു. ചിലർ പറഞ്ഞു, സ്നാപക യോഹന്നാൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് അത്ഭുതകരമായ ഈ ശക്തികൾ ഇവനിൽ പ്രവർത്തിക്കുന്നത്. മറ്റു ചിലർ പറഞ്ഞു, ഇവൻ ഏലിയായാണ്. വേറെ ചിലർ പറഞ്ഞു, പ്രവാചകരിൽ ഒരുവനെ പോലെ ഇവനും ഒരു പ്രവാചകനാണ്. എന്നാൽ ഇതെല്ലാം കേട്ടപ്പോൾ ഹെരോദേസ് പ്രസ്താവിച്ചു, ഞാൻ ശിരച്ഛേദനം ചെയ്ത യോഹന്നാൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഹെരോദേസ് ആളയച്ച് യോഹന്നാനെ പിടിപ്പിക്കുകയും കാരാഗൃഹത്തിൽ ബന്ധിക്കുകയും ചെയ്തിരുന്നു. സ്വന്തം സഹോദരനായ പീലിപ്പോസിന്റെ ഭാര്യ ഹെരോദിയ നിമിത്തമാണ് അവൻ ഇങ്ങനെ ചെയ്തത്. അവൻ അവളെ വിവാഹം ചെയ്തിരുന്നു. യോഹന്നാൻ ഹെരോദേസിനോട് പറഞ്ഞു, സഹോദരന്റെ ഭാര്യയെ നീ സ്വന്തമാക്കുന്നത് നിഷിദ്ധമാണ്. തന്മൂലം ഹെരോദിയായ്ക്ക് യോഹന്നാനോട് വിരോധം തോന്നി. അവനെ വധിക്കാൻ അവൾ ആഗ്രഹിച്ചു. എന്നാൽ അവൾക്ക് സാധിച്ചില്ല. എന്തെന്നാൽ യോഹന്നാൻ നീതിമാനും വിശുദ്ധനുമാണെന്ന് അറിഞ്ഞിരുന്നത് കൊണ്ട് ഹെരോദേസ് അവനെ ഭയപ്പെട്ട് സംരക്ഷണം നൽകിപ്പോന്നു. അവന്റെ വാക്കുകൾ അവനെ അസ്വസ്ഥനാക്കിയിരുന്നെങ്കിലും അവൻ പറയുന്നതെല്ലാം സന്തോഷത്തോടെ കേൾക്കുമായിരുന്നു. ഹെരോദേസ് തന്റെ ജന്മദിനത്തിൽ രാജസേവകന്മാർക്കും സഹസ്രാധിപന്മാർക്കും ഗലീലിയിലെ പ്രമാണികൾക്കും വിരുന്ന് നൽകിയപ്പോൾ ഹെരോദിയായ്ക്ക് അനുകൂലമായ ഒരവസരം വന്നു ചേർന്നു. അവളുടെ മകൾ വന്ന് നൃത്തം ചെയ്ത് ഹെരോദേസിനെയും അതിഥികളെയും പ്രീതിപ്പെടുത്തി. രാജാവ് പെൺകുട്ടിയോട് പറഞ്ഞു, നീ ആഗ്രഹിക്കുന്നതെന്തും ചോദിച്ചു കൊള്ളുക, അതു ഞാൻ നിനക്ക് തരും. അവൻ അവളോട് ശപഥം ചെയ്തു പറഞ്ഞു, നീ എന്തു തന്നെ ചോദിച്ചാലും എന്റെ രാജ്യത്തിന്റെ പകുതി പോലും ഞാൻ നിനക്ക് തരും. അവൾ പോയി അമ്മയോട് ചോദിച്ചു, ഞാൻ എന്താണ് ആവശ്യപ്പെടേണ്ടത്? അമ്മ പറഞ്ഞു, സ്നാപക യോഹന്നാന്റെ ശിരസ്. അവൾ ഉടനെ അകത്തു വന്ന് രാജാവിനോട് ആവശ്യപ്പെട്ടു, ഇപ്പോൾ തന്നെ സ്നാപക യോഹന്നാന്റെ ശിരസ് ഒരു തളികയിൽ വെച്ച് എനിക്ക് തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. രാജാവ് അതീവ ദുഃഖിതനായി. എങ്കിലും തന്റെ ശപഥത്തെ പ്രതിയും അതിഥികളെ വിചാരിച്ചും അവളുടെ ആഗ്രഹം നിരസിക്കാൻ അവന് തോന്നിയില്ല. അവന്റെ തല കൊണ്ടുവരാൻ ആജ്ഞാപിച്ച് ഒരു സേവകനെ രാജാവ് ഉടനെ അയച്ചു. അവൻ കാരാഗൃഹത്തിൽ ചെന്ന് യോഹന്നാന്റെ തല വെട്ടിയെടുത്തു. അത് ഒരു തളികയിൽ വെച്ച് കൊണ്ടുവന്ന് പെൺകുട്ടിക്ക് കൊടുത്തു. അവൾ അത് അമ്മയെ ഏൽപ്പിച്ചു. ഈ വിവരം അറിഞ്ഞ യോഹന്നാന്റെ ശിഷ്യന്മാർ വന്ന് മൃതദേഹം കല്ലറയിൽ സംസ്കരിച്ചു. കുറ്റകരമായ മനസ്സ് വിഭ്രാന്തിയുടെ വിളനിലം. മനുഷ്യരായ നമ്മുടെയൊക്കെ ആകസ്മികതകൾ പലപ്പോഴും ദൈവത്തിന്റെ അനന്തമായ ആസൂത്രണത്തിന്റെ ആധികാരികമായ ആവിഷ്കാരമായി ഭവിക്കുന്നത് നാം കാണുന്നു. മനുഷ്യന്റെ രക്ഷയ്ക്കായി മനുഷ്യാവതാരം ചെയ്ത് മനുഷ്യരുടെ ഇടയിലേക്ക് കടന്നുവരുന്ന യേശുവിനെ ലോകത്തിന്റെ മുമ്പിൽ പരിചയപ്പെടുത്തുക, അവതരിപ്പിക്കുക എന്ന ദൗത്യത്തോടു കൂടിയായിരുന്നല്ലോ യോഹന്നാൻ രംഗപ്രവേശം ചെയ്തത്. താൻ ഏറ്റെടുത്ത ദൗത്യം പൂർണ്ണാർത്ഥത്തിൽ ജീവിതത്തിൽ വിജയപ്രദമാക്കിയതിന്റെ സൂചന എന്ന രീതിയിൽ പോലും കണക്കാക്കാവുന്ന യേശുവിന്റെ ജനനത്തെ സാർവത്രിക ലോകം ആഘോഷിച്ചതിന്റെ 15-ാം ദിവസമായ ഇന്ന് ആ പ്രവാചക മുഖ്യൻ രംഗത്തിൽ നിന്ന് പിൻവാങ്ങി ശിരച്ഛേദനം ചെയ്യപ്പെട്ടതിന്റെ സ്മരണ സാർവത്രിക സഭ ആചരിക്കുകയാണെന്ന് തിരുനാൾ എന്ന രീതി.
ഇവിടെയാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ച മനുഷ്യന്റെ ആകസ്മികതകൾ ദൈവത്തിന്റെ അനന്തമായ ആസൂത്രണത്തിന്റെ ആവിഷ്കാരമായി ഭവിക്കുന്നു എന്നുള്ളതിന്റെ സൂചന. ഇന്നത്തെ സുവിശേഷം ഈ പ്രവാചകന്റെ ശിരച്ഛേദനം എങ്ങനെ നടന്നുവെന്നും അതിനിടയാക്കിയ സംഭവങ്ങളുടെയും വിവരണങ്ങളാണ്. ഇവിടെ ശിരച്ഛേദനം നടത്താൻ കൽപ്പന പുറപ്പെടുവിച്ച രാജാവും അതിനോട് കൂട്ടുചേർന്ന പ്രജകളും എല്ലാം തന്നെ ഒരു വിഭ്രാന്തിയിൽ കഴിയുന്ന ഒരു അനുഭവമാണ് സുവിശേഷത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്. അവർക്കറിയാം തങ്ങൾ നീതിപൂർവമല്ല പ്രവർത്തിച്ചത്. ചക്രവർത്തിക്കും പ്രജകൾക്കും ഒന്നടങ്കം കുറ്റബോധത്തോടു കൂടെയുള്ള ഒരു മനസാക്ഷിയായിരുന്നതുകൊണ്ട് അതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു വിഭ്രാന്തിയുടെ അനുഭവം അവർ ജീവിതത്തിൽ അനുഭവിക്കാനിട വരുന്നു. കുറ്റം ചെയ്ത മനസ്സുകളാണ് വിഭ്രാന്തികളുടെ വിളനിലമായി തീരുക എന്ന ശാസ്ത്രസത്യത്തിന്റെ സ്ഥിരീകരണം എന്ന നിലയിൽ ഇവിടെ ചക്രവർത്തി താൻ ശിരച്ഛേദനം ചെയ്ത യോഹന്നാൻ വീണ്ടും ജനിച്ച് യോഹന്നാന്റെ ആത്മാവ് യേശുവാകുന്ന വ്യക്തിയിൽ പ്രവേശിച്ച് ആ പ്രവേശിച്ചതിന്റെ അടിസ്ഥാനത്തിലും കൂടിയാണ് യേശു ഈ തരത്തിൽ സമൂഹത്തിൽ പ്രവർത്തിക്കാനും സമൂഹത്തിൽ ഇടപെടാനും ഇടവരുന്നത് എന്നൊരു ചിന്തയാണ് ചക്രവർത്തിയിൽ നിലനിൽക്കാനിട വന്നത്. അതിനോടനുബന്ധിച്ച് നാട്ടിലാകെ ഒരു വിഭ്രാന്തി. അങ്ങനെ യേശുവിൽ പ്രേതം കയറിയിരിക്കുന്നു എന്ന ഒരു ചിന്തയോടു കൂടിയാണ് ലോകം വീക്ഷിക്കാനിട വരുന്നത്. കുറ്റബോധത്തിൽ നിന്നുണ്ടാകുന്ന വിഭ്രാന്തികളും അന്ധവിശ്വാസങ്ങളും അബദ്ധധാരണകളും ഇന്നും നമ്മുടെ നാട്ടിൽ അത് ഉടനീളം കാണാം. അവിടെയും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കുറ്റം ചെയ്ത മനസ്സുകളുടെ ചാബല്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രവർത്തന അല്ലെങ്കിൽ ജീവിതത്തിന്റെ പാളിച്ചകളാണ് ഈ തരം വിഭ്രാന്തികളെന്ന് മനസ്സിലാക്കാൻ വിഷമമുണ്ടാകുകയില്ല. സമൂഹമധ്യേ പരക്കുന്ന അന്ധവിശ്വാസങ്ങളും അബദ്ധധാരണകളുടെയും ഉള്ളറകളിലേക്ക് കടന്നു വരുമ്പോൾ ഇങ്ങനെ കുറ്റകരമായിട്ടുള്ള പല മനസ്സുകളുടെയും പ്രവർത്തന ശൈലികൾ അതിൽ കണ്ടെത്താനാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഒരു തരത്തിലും അബദ്ധധാരണകളിലും അന്ധവിശ്വാസങ്ങളിലും ഉൾപ്പെടാതിരിക്കാനും മനസ്സ് നിർമ്മലമായിട്ട് കാത്തുസൂക്ഷിക്കാനും ഉത്തമ ബോധ്യങ്ങൾക്കനുസരിച്ച് ജീവിതം നയിക്കുന്നതിന് വേണ്ട ആത്മാർത്ഥതയും പ്രതിബദ്ധതയും ജീവിതത്തിൽ കാണിക്കുന്നതിനും വേണ്ട അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് യോഹന്നാൻ മാംദാനയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിവസം ആ അതുല്യ പ്രതിഭയ്ക്ക് നമ്മുടേതായിട്ടുള്ള നമോവാകങ്ങൾ ആത്മാർത്ഥമായിട്ട് നമുക്ക് അർപ്പിക്കാം.